നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ വനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? കേരളത്തിലെ വനങ്ങൾ. കേരളത്തിലെ വനങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോല വനങ്ങൾ, കണ്ടൽ കാടുകൾ എന്നിങ്ങനെ കേരളത്തിലെ വനങ്ങളെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാം. നമ്മൾ നേരത്തെ ഇന്ത്യയിലെ വനങ്ങൾ എന്നൊരു ടോപ്പിക് പഠിച്ചു. അവിടെ ഈ പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടി മാത്രമേ ഉൾക്കൊള്ളിച്ചിരുന്നുള്ളൂ. ഏതാണ്? ഉഷ്ണമേഖല മുൾക്കാടുകൾ, അല്ലെ? കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ വരുന്നില്ല. ബാക്കി നമ്മൾ ഇന്ത്യയിലെ വനങ്ങളിൽ പഠിച്ചതെല്ലാം ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ചോല വനങ്ങൾ, കണ്ടൽ കാടുകൾ. അതിൽ കേരളത്തിലെ കാര്യം പറയുമ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുടെ കാര്യം പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് എന്ന് ചോദിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്, അല്ലെ? നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ എങ്ങനെ വിളിക്കും? മഴക്കാടുകൾ എന്ന് വിളിക്കും, അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിക്ക് വേറൊരു പേര് കൂടി പറയും, സൈരന്ധ്രി വനം, അല്ലെ? മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ട് സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തിന് ഉദാഹരണമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഒന്ന് മഹാഗണി, വേറൊന്ന് എബണി അഥവാ കരിമരം, വേറൊന്ന് റോസ്വുഡ് അഥവാ ഈട്ടി അല്ലെങ്കിൽ വീട്ടി, അല്ലെ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് മഹാഗണി, എബണി, റോസ്വുഡ്, അല്ലെ? ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കണം. വേറൊരു വൃക്ഷം ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത് കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് കമ്പകം. ശാസ്ത്രീയ നാമം ഹോപ്പിയ പൊങ്ങ. ഹോപ്പിയ പൊങ്ങ അഥവാ കമ്പകം എന്ന് പറയുന്ന വൃക്ഷം. അപ്പൊ ആ വൃക്ഷവും എവിടെ ഉള്ളതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത് ഉള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല നിത്യഹരിത വനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില സവിശേഷതകളൊക്കെ പഠിച്ചിട്ടുണ്ട്. വാർഷിക വർഷപാതം 200 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. വാർഷിക ഊഷ്മാവ് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 60 മീറ്ററിന് മുകളിൽ ഉയരമുള്ള വൃക്ഷങ്ങൾ ധാരാളമായിട്ട് ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത് കാണും. ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ് ഏതൊക്കെ? മഹാഗണി, എബണി, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞു, റോസ്വുഡ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ഏതാണ്? കമ്പകം. കമ്പകം എന്നുള്ളതിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഹോപ്പിയ പൊങ്ങ. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മലബാർ അയൺ വുഡ്. മലബാർ അയൺ വുഡ് എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്ത് കാണപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ കമ്പകമാണ്. മലബാർ അയൺ വുഡ് പണ്ട് കാലത്ത് കപ്പലുകളുടെയും റെയിൽവേ സ്ലീപ്പറുകളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് കമ്പകത്തിന്റെ തടികളാണ്, അല്ലെ? തേക്ക് തടികൾ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ കമ്പകം നേരത്തെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. തേക്ക് ചിലപ്പോൾ ചോയ്സിൽ തന്നിരിക്കത്തില്ല. അപ്പോൾ കപ്പലുകളുടെയും റെയിൽവേ സ്ലീപ്പറുകളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു തടിയാണ് ഏത്? കമ്പകം. മലബാർ അയൺ വുഡ് എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തെ ഒരു സവിശേഷ വൃക്ഷമാണ് ഏത്? കമ്പകം. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ കാര്യം പറയുമ്പോൾ
നമുക്കറിയാം കേരളത്തില് ഇലപൊഴിയും വനങ്ങളുണ്ട്. ആ ഇലപൊഴിയും വനങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചാണ് പഠിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്, അല്ലെ? വേറൊരു കാര്യം കൂടി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ചന്ദന മരം. ചന്ദന മരം എന്ന് പറയുന്നത് ഏത് വനങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷ വൃക്ഷമാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? വരണ്ട ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷ വൃക്ഷമാണ് ഏത്? ചന്ദനമരം. അപ്പോൾ ചന്ദനമരം കാണപ്പെടുന്നത് പ്രധാനമായിട്ടും ഏത് തരം വനങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ വരണ്ട ഇലപൊഴിയും വനങ്ങളിലാണ്, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം തേക്കോ? തേക്ക് ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷമാണ്, അല്ലെ? അതിനകത്തോട്ട് വരാം. വേറൊരു വൃക്ഷത്തെ കൂടി പരിചയപ്പെടണം. ഇലവ്. ഏതാണ്? ഇലവ്. ഇലവെന്ന് പറയുന്ന വൃക്ഷം. ഇലവെന്ന് പറയുന്ന വൃക്ഷം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകളിലാണ്. ആർദ്ര ഇലപൊഴിയും കാടുകളിലുള്ള ഒരു സവിശേഷ വൃക്ഷമാണ് ഏത്? ഇലവ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തേക്ക് മരവും ആർദ്ര ഇലപൊഴിയും കാടുകളിലെ സവിശേഷ വൃക്ഷമാണ്. അതുപോലെ ഒരു വൃക്ഷത്തെ പരിചയപ്പെടുക, ഇലവ്. ക്ലാസ് പുരോഗമിക്കും തോറും കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു രീതി ഉണ്ട്. ആ രീതിക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു വൃക്ഷത്തെ കൂടി നിങ്ങൾ പരിചയപ്പെടുന്നു. ഇലവെന്ന് പറയുന്ന വൃക്ഷം അത് ആർദ്ര ഇലപൊഴിയും കാടുകളിലുള്ള വൃക്ഷമാണ്. നേരത്തെ ഒരു വൃക്ഷത്തെ പരിചയപ്പെട്ടു, കമ്പകം. അത് ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശത്തുള്ള സവിശേഷ വൃക്ഷമാണ്, അല്ലെ? ഇവിടെ ഇലവിന്റെ പ്രാധാന്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. തീപ്പട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന്, അതായത് തീപ്പട്ടി വ്യവസായത്തിൽ തീപ്പട്ടിക്കൊള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തടിയാണ്, ഏത് വൃക്ഷത്തിന്റെ തടിയാണ് എന്ന് ചോദിച്ചാൽ അത് ഇലവിന്റെ തടി എന്തിനുപയോഗിക്കും? തീപ്പട്ടിക്കൊള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കും. അപ്പൊ തീപ്പട്ടിക്കൊള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് തടിയാണ് എന്ന് ചോദിച്ചാൽ അത് ഇലവിന്റെ തടിയായിരിക്കും. വേറൊരു കാര്യം കൂടി അവിടെ ഓർത്തു വെക്കണം. തീപ്പട്ടി വ്യവസായത്തിൽ പേരുകേട്ട മറ്റൊരു പ്രധാനപ്പെട്ട വൃക്ഷമുണ്ട്. അതാണ് പെരുമരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെരുമരം തീപ്പട്ടി വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാഴ് തടിയാണ് ഏത്? പെരുമരത്തിന്റെ തടി എന്ന് നമ്മൾ പറയും. ഒരു പാഴ് വൃക്ഷമാണ് ഏത്? പെരുമരം എന്ന് പറയും. അതും കൂടി മനസ്സിനകത്ത് വേണം. ഇനി അത് കഴിഞ്ഞിട്ട് തേക്ക്. നമുക്കറിയാം ആർദ്ര ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഏത്? തേക്ക്. കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള വൃക്ഷം ഏത് എന്ന് ചോദിച്ചാലോ? കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് തേക്കാണ്. തേക്കുമരങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരാണ്. തേക്കുമരങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരാണ്. നിലമ്പൂർ കഴിഞ്ഞാൽ കേരളത്തിലെ തേക്കുമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയും ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. നിലമ്പൂർ കഴിഞ്ഞാൽ തേക്കുമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കോന്നിയിലാണ്, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ തേക്ക് മ്യൂസിയം, അല്ലെങ്കിൽ കേരളത്തിലെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് അറിയാം. ലോകത്തിലെ തന്നെ ഏക തേക്ക് മ്യൂസിയം ഇന്ത്യയിലാണ്. അത് കേരളത്തിലാണ്. അത് നിലമ്പൂരാണ്, അല്ലെ? അപ്പോ തേക്കിന്റെ കാര്യം പറഞ്ഞതാണ്. തേക്കെന്ന് പറയുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകളിലെ സവിശേഷമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേക്കുമരം കാണപ്പെടുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേക്കുമരം കാണപ്പെടുന്നത് കോന്നിയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ലോകത്തിലെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരാണ്. തേക്കിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങൾ, ഏറ്റവും പഴക്കമുള്ള, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, അല്ലെ? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങൾ കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കത്തില്ല. ഏത് തന്നെയാണ്? നിലമ്പൂര്. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾ തെറ്റിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിലമ്പൂർ എന്ന് എഴുതി തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം ഉള്ളത് പറമ്പിക്കുളത്താണ്. എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ പറമ്പിക്കുളത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം ഉള്ളത്.
അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങളുള്ളത് നിലമ്പൂരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമുള്ളത് എവിടെയാണ്? പറമ്പിക്കുളത്താണ്. ആ തേക്ക് മരത്തിന് പ്രത്യേക പേരുണ്ട്, കന്നിമരം. ഏതാണ്? കന്നിമരം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമാണ് ഏത്? കന്നിമരം. 7-8 ആൾക്കാർ കൈകോർത്ത് പിടിച്ചാൽ കിട്ടത്തില്ല, അത്രയും വലിയ ഒരു തേക്ക് മരമാണ് ഏത്? കന്നിമരം. പറമ്പിക്കുളത്താണ് ഉള്ളത്. ഏത് ജില്ല? പാലക്കാട് ജില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൗമ സൂചികാ പദവി നേടുന്ന വന ഉൽപ്പന്നം, അല്ലെ? ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമ സൂചികാ പദവി നേടുന്ന വന ഉൽപ്പന്നം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അതേതാണ്? തേക്കാണ്, അല്ലെ? അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമ സൂചികാ പദവി നേടിയ വന ഉൽപ്പന്നം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏത്? തേക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് തേക്ക് പ്ലാന്റേഷൻ. തേക്ക് തോട്ടങ്ങൾ. അതിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ, അല്ലെ? കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വനവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നടന്നിരുന്നു. അത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ നടന്നിരുന്നു. അതിൽ തിരുവിതാംകൂറിന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ അവിടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ, രാജഭരണകാലത്ത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ഒരു വിദേശിയാണ്, TF ബോർഡിലോൺ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? TF ബോർഡിലോൺ. ഈ പേര് ഓർത്തു വെച്ചോ, 1 മാർക്കാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ വനവൃക്ഷങ്ങൾ. ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടുള്ള TF ബോർഡിലോൺ ആണ്. TF ബോർഡിലോൺ. അതുപോലെ മറ്റൊരു പുസ്തകം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ. ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അല്ലെ? അതായത് പൂക്കുന്ന ചെടികൾ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വേറൊരാളാണ്, രാമറാവു. ആരാണ് രാമറാവു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് TF ബോർഡിലോൺ. TF ബോർഡിലോണിന് ശേഷം തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടയാളാണ് രാമറാവു. ആ രാമറാവു ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 പുസ്തകവും നമ്മുടെ പരീക്ഷയ്ക്ക് പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ 2 പേരും നമ്മുടെ പരീക്ഷകൾക്ക് പ്രധാനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തേക്ക് പ്ലാന്റേഷൻ, അതായത് തേക്ക് തോട്ടങ്ങൾ. അപ്പോൾ തേക്ക് തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. തേക്ക് തോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഈ പറഞ്ഞ വൻതോതിൽ തേക്ക് മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, നമുക്കറിയാം. അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം തേക്ക് വിത്തുകൾ എന്ത് ചെയ്യും? ശേഖരിക്കും. തേക്ക് വിത്തുകൾ ശേഖരിച്ച് അതെന്ത് ചെയ്യും? മുളപ്പിച്ചെടുക്കും. തേക്ക് വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് ഒരു 10-15 സെന്റിമീറ്റർ നീളത്തിൽ വെച്ചിട്ട് ആ വേര് എന്ത് ചെയ്യും? വെട്ടിയെടുക്കും. 10-15 മീറ്റർ നീളത്തിൽ വെച്ചിട്ട് വേര് വെട്ടിയെടുക്കും. കാണ്ഡം ഒരു 1.5-2.5 സെന്റിമീറ്റർ വെച്ചിട്ട് ബാക്കി ഭാഗം വെട്ടിക്കളയും. അപ്പോൾ ഇതാണ് സ്റ്റെമ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റെമ്പാണ് നടുന്നത്, വിത്തല്ല നടുന്നത്. വിത്ത് മുളപ്പിക്കും. വിത്ത് മുളപ്പിച്ചിട്ട് ഈ പറഞ്ഞ് മുളച്ചു വരുമ്പോൾ നല്ല നീളത്തിന് വേരുകളുണ്ടാവും. ഒരു 15 സെന്റിമീറ്ററോളം വേരിന് നീളം വെച്ച് കൊടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യും? വെട്ടിക്കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ടെന്ന് പറയുമ്പോൾ ഒരു 1.5-2.5 സെന്റിമീറ്റർ 2-3 സെന്റിമീറ്ററിനകത്ത് അത് വെച്ചിട്ട് ബാക്കി ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ഈ പറഞ്ഞ സ്റ്റംപ് എന്ന് പറയുന്ന സാധനമാണ്, അതായത് മുളപ്പിച്ചെടുത്ത തേക്ക്, അതാണ് എന്ത് ചെയ്യുന്നത്? നടുന്നത്. അതിന് നമ്മൾ പറയുന്നതാണ് സ്റ്റംപ് നടീൽ. എന്താണ്? സ്റ്റംപ് നടീൽ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും സ്റ്റംപ് നടീൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ
തേക്ക് മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തേക്ക് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റംപ് നടിയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തേക്ക് പ്ലാന്റേഷനുമായി, തേക്ക് തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് വിജയകരമായിട്ട് തിരുവിതാംകൂറിൽ കൊണ്ടുവന്നതാര് എന്നറിയാമോ? അതും പരീക്ഷയ്ക്ക് ചോദിക്കും. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടുള്ള TF ബോർഡിലാണ് തേക്ക് പ്ലാന്റേഷനുകളുമായി ബന്ധപ്പെട്ട് സ്റ്റംപ് നടീൽ എന്ന് പറയുന്ന ഒരു മാർഗം വിജയകരമായിട്ട് നടപ്പിലാക്കിയത്. അപ്പോൾ സ്റ്റംപ് നടീൽ പ്രക്രിയ ഏത് വൃക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തേക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും റൂട്ട് ട്രെയിനർ പ്ലാന്റുകൾ അല്ലെങ്കിൽ റൂട്ട് ട്രെയിനർ ട്രീ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനമാണ്. ഒരു 15 സെന്റിമീറ്റർ നീളത്തിൽ വേരിട്ടിട്ട് ഒരു 1.5-2 സെന്റിമീറ്റർ നീളത്തിൽ കാണ്ടവും കൂടി വച്ചുകൊണ്ട് ആ പറഞ്ഞ തയ്യാറാക്കി എടുക്കുന്ന തൈകളെയാണ് റൂട്ട് ട്രെയിനർ തൈകൾ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ട്രെയിനർ തൈ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റംപ് നടീൽ എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേക്ക് പ്ലാന്റേഷനുകളുമായി, തേക്ക് നടീലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് തേക്ക് നടുമ്പോൾ അതിനൊരു അകലമുണ്ട്. 2 തേക്ക് തൈകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2x2 മീറ്റർ ആണ്. 2x2 മീറ്റർ, അതായത് 2x2 എന്ന് പറയുന്ന ഒരു അകലത്തിലാണ് നടുന്നത് ഈ പറഞ്ഞ തേക്ക് തൈകൾ നടുന്നത്. 2x2 ഈ പറഞ്ഞ മീറ്റർ അകലത്തിലാണ് 2 തേക്ക് തൈകൾ നടുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സ്റ്റംപ് നടിയിലുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 തേക്ക് തൈകൾ തമ്മിലുള്ള അകലം 2x2 മീറ്റർ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ടോംഗിയ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. എന്താണ് ടോംഗിയ? ഇപ്പോൾ ഒരു തേക്ക് തോട്ടം അല്ലെങ്കിൽ അതുപോലുള്ള വൃക്ഷത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കർഷകർക്ക് അതിൽ നിന്ന് ഒരു വരുമാനവും ആദ്യ കാലഘട്ടങ്ങളിൽ ലഭിക്കത്തേയില്ല. ഒരു 10-15 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഈ പറഞ്ഞ തോട്ടങ്ങളിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്നത്. അപ്പോൾ 10-15 കൊല്ലം എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രഗിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ തേക്ക് തോട്ടങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കുമ്പോൾ ആ തേക്ക് തോട്ടങ്ങൾ വൃക്ഷം വളരുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യും? മറ്റ് കാർഷിക വിളകൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൃഷി ചെയ്യും. തേക്ക് പ്ലാന്റേഷനുകളിൽ ഈ പറഞ്ഞ തേക്ക് മരങ്ങൾ നട്ട് വളർത്തി പിടിപ്പിച്ച് വരുന്നതിനിടയ്ക്ക് തന്നെ മറ്റ് വൃക്ഷങ്ങൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കൃഷി ചെയ്യും, അല്ലെങ്കിൽ മറ്റ് കാർഷിക വിളകൾ എന്ത് ചെയ്യും? കൃഷി ചെയ്യും. ആ പറഞ്ഞ മെത്തേഡിനെ പറയുന്നതാണ് ഏത്? ടോംഗിയ. പറഞ്ഞ കാര്യം എന്താണ്? സാധാരണഗതിയിൽ തേക്ക് പ്ലാന്റേഷനുകൾ ഈ പറഞ്ഞ തൈയൊക്കെ നട്ട് അതൊരു വൃക്ഷമായിട്ട് മാറി അതിൽ നിന്നൊരു ഫലമൊക്കെ കിട്ടാൻ, ബെനിഫിറ്റ് കിട്ടാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 കൊല്ലമൊക്കെ കർഷകർ കാത്തിരിക്കണം. അപ്പോൾ ആ സമയത്ത് കർഷകർക്ക് ഒരു വരുമാനവും ഇല്ല. ആ സമയത്ത് കർഷകർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ പാകമായി വരുന്ന സമയത്ത് തന്നെ മറ്റേതെങ്കിലും കാർഷിക വിളകൾ തൽക്കാല വരുമാനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കാർഷിക വിളകൾ കൃഷി ചെയ്യാറുണ്ട് ഈ തേക്ക് പ്ലാന്റേഷനുകളിൽ. ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് ടോംഗിയ. എന്താണ്? ടോംഗിയ. അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. സ്റ്റംപ് നടീൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം പഠിച്ചു. റൂട്ട് ട്രെയിനർ തൈകൾ എന്ന് പറഞ്ഞു. റൂട്ട് ട്രെയിനർ തൈകൾ എന്ന് പറഞ്ഞു. ടോംഗിയ മെത്തേഡ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് TF ബോർഡിലോൺ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു. രാമറാവു എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ, അല്ലെ, ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ ഒരു പുസ്തകം പരിചയപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ, അത് വേറൊരു പുസ്തകമാണ്, രാമറാവു എഴുതിയ പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെട്ടു, അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ പോയിന്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 5-6 പോയിന്റുകളാണ്. അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സാണ്, കുറച്ച് മാത്രമുള്ള ഒരു ക്ലാസ്സാണ്. പക്ഷേ ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു മാർക്കുണ്ട്, അത് ഈ ഭാഗത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഈ പറഞ്ഞ തരം വനങ്ങളിലോട്ട് വരാം. ചോല വനങ്ങൾ. അപ്പോൾ കേരളത്തിലെ വനങ്ങൾ പ്രധാനമായിട്ട് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോല വനങ്ങൾ, കണ്ടൽ കാടുകൾ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ചോല വനങ്ങൾ.
നമ്മൾ ചോലവനം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ കുറ്റിക്കാടുകൾ എന്ന് പറഞ്ഞു അല്ലേ. ആ കുറ്റിക്കാടുകളാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കാര്യത്തിൽ അതിനെ നമ്മൾ പൊതുവെ പറയുന്നത് ചോലവനങ്ങൾ എന്നാണ്. കേരളത്തിൻ്റെ തമിഴ്നാട്ടിൻ്റെ കാര്യത്തിൽ അതിനെ പൊതുവെ പറയുന്നത് എന്താണ്? ചോലവനങ്ങൾ. അപ്പോൾ ചോലവനങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നത് ഇരവികുളമാണ്. ഏതാണ്? ഇരവികുളം, ഇടുക്കി ജില്ലയിലെ ഇരവികുളം. ഉഷ്ണമേഖല നിത്യഹരിത വനം എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടിക്കേറി വരുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ഏത് തരത്തിലുള്ള വനത്തിന് ഉദാഹരണമാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനം. അതുപോലെ ഇരവികുളം ഏത് തരത്തിലുള്ള വനത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് ചോലവനമാണ്. അപ്പുറത്ത് ആനമുടി ചോലയുണ്ട്, പാമ്പാടും ചോലയുണ്ട്, മതികെട്ടാൻ ചോലയുണ്ട്. ഇതൊക്കെ എന്താണ്? ചോലവനങ്ങളാണ് അല്ലെ. അപ്പൊ ചോലവനത്തിന് ഒരു ഉദാഹരണമാണ് ഏത്? ഇരവികുളം. ചോലവനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ജീവിയുണ്ട്, പശ്ചിമഘട്ടത്തിൽ ഒരു അപൂർവ ജീവിയുണ്ട്. ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം? വരയാട്. വരയാട്. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്നത് കേരളത്തിലെ വനങ്ങളെ കുറിച്ചാണ്. ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചോ സൈലന്റ് വാലിയെ കുറിച്ചോ അല്ല. അതൊക്കെ വേറെ ഭാഗമാണ്, അതൊക്കെ നമുക്ക് അവിടെ പറയാം. ജസ്റ്റ് ഇപ്പോൾ വനം ഒന്ന് തരംതിരിച്ച് മനസ്സിൽ അടയാളപ്പെടുത്തി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൃത്യമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് കണ്ടൽ കാടുകൾ. കണ്ടൽ കാടുകൾ എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതൊരു എക്കോട്ടോൺ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിലെ വനങ്ങൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടൽ കാടുകളുടെ സവിശേഷതയൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ കണ്ടൽ കാടുകൾ അല്ലേ, നമുക്കറിയാം അത് പ്രകൃതിയുടെ നേഴ്സറി എന്നറിയപ്പെടുന്നു. കണ്ടൽ കാടുകളെ പൊതുവെ പറയുന്നത് പ്രകൃതിയുടെ നേഴ്സറി എന്നാണ് അല്ലേ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ സുനാമി എന്നിവയെ എന്ത് ചെയ്യും? കണ്ടൽ കാടുകൾ പ്രതിരോധിക്കും. അത് അതിൻ്റെ ഒരു മെച്ചമാണ്. വെള്ളപ്പൊക്കത്തെ തടയുന്നു, സുനാമിയെ പ്രതിരോധിക്കുന്നു. സുനാമിയെ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു കണ്ടൽക്കാട് നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? പിച്ചാവരം എന്ന് പറയുന്ന കണ്ടൽക്കാട് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുന്ദർബൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽക്കാടാണ് പിച്ചാവരം. അത് തമിഴ്നാട്ടിലാണ്. പിച്ചാവരം എന്ന് പറയുന്ന കണ്ടൽക്കാട് വാർത്തകളിൽ നിറഞ്ഞത് സുനാമി ഉണ്ടായ സമയത്ത് ആ പ്രദേശം സംരക്ഷിക്കപ്പെട്ടു. ഏതുകൊണ്ട്? ഈ പറഞ്ഞ പിച്ചാവരം കണ്ടൽക്കാട് ഉള്ളതുകൊണ്ട്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് എന്ന് പറഞ്ഞു അല്ലെ. അതേസമയം ഇന്ത്യയിൽ പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണ്. അത് മറ്റ് രണ്ട് ആവാസ വ്യവസ്ഥകൾക്കും, അതായത് സമുദ്രത്തിലുള്ള ആവാസ വ്യവസ്ഥയ്ക്കും കരയിലുള്ള ആവാസ വ്യവസ്ഥയ്ക്കും ഇടയ്ക്കുള്ള പരിവർത്തന മേഖല എന്നറിയപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എക്കോട്ടോൺ ആണ് എന്ന് പറയും. അവിടുത്തെ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ സസ്യങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. മാതൃസസ്യത്തിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ അടുത്ത സസ്യം പൂർണ്ണമായിട്ട് വളർച്ച നേടി താഴെ വീണാണ് പൊട്ടി മുളയ്ക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞ സ്വഭാവത്തിനെ വിവിപാരി എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല, വിശദമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കണ്ടുവരികയാണ് എങ്കിൽ ആ കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ കേരളത്തിൻ്റെ കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കേരളത്തിലെ കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ 70% കണ്ടൽക്കാടുകൾ ഉള്ളത് ഒരു ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് എറണാകുളത്താണ്. അത് കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ഇപ്പൊ നമുക്ക് ഒറ്റ വാക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കണ്ണൂർ എന്ന് പറഞ്ഞ് നിർത്താം. പക്ഷേ പരീക്ഷയ്ക്ക് ഇപ്പം അങ്ങനെ തരണമെന്നൊന്നുമില്ല. ഏതാണ് ക്രമം എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ എറണാകുളമാണ്. അത് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ് കണ്ടൽക്കാടുകൾ കൂടുതലുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഒരു മാർക്ക് നഷ്ടപ്പെടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഇനങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാലോ, അത് കൊല്ലം ജില്ലയിലാണ്. കണ്ടൽക്കാട് കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഇനങ്ങൾ, കണ്ടൽ സസ്യങ്ങളിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടൽ ഇനങ്ങളുള്ളത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഇനങ്ങൾ എവിടെയാണ്? ആലപ്പുഴയിലാണ്. അത് കഴിഞ്ഞാൽ എറണാകുളത്താണ്. അപ്പോൾ
ഏറ്റവും കുറഞ്ഞ ഇത്രയെങ്കിലും അറിഞ്ഞു വെക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഇനങ്ങളുള്ളത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ വനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഇന്ത്യയിലെ വനങ്ങൾ പഠിച്ച സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ പറയാത്ത ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇവിടെ വേറെയും ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ അതിന് കൃത്യമായുള്ള സ്പേസ് വേറെ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണെന്ന് പറഞ്ഞോ, കുറവ് വനമുള്ളത് എവിടെയാണെന്ന് പറഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞില്ല. അതിന് വേറൊരു സ്ഥലം നമുക്ക് പഠിക്കാനുണ്ട്. ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിക്കാനുണ്ട്. ആ ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പറയുമ്പോഴാണ് ആ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈലന്റ് വാലിയെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല, ഇരവികുളത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ദേശീയ പാർക്കുകൾ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വേറെ പഠിക്കാനുണ്ട്, അവിടെ കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വനങ്ങൾ പറഞ്ഞു. വനങ്ങൾക്കകത്തുള്ള ഈ പറഞ്ഞ ഔഷധ സസ്യങ്ങളെക്കുറിച്ചോ മറ്റ് ജന്തുജാലങ്ങളെക്കുറിച്ചോ നമ്മളിവിടെ പറഞ്ഞില്ല. ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വേറൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം അവിടെ വരും. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതല്ല, നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി വേണ്ട കാര്യങ്ങളെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടാവും. അപ്പൊ പഠിക്കേണ്ട ക്രമം ഇതാണ്. ഈ ക്രമത്തിൽ നിങ്ങൾ പഠിച്ചു വരിക. ഇതിപ്പോൾ 3ാമത്തെ ക്ലാസ് ആണ്. ഈ ക്രമത്തിൽ പഠിച്ചു വരിക. ഇനി അത് കഴിഞ്ഞിട്ട് ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ ഈ ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പേ തീർക്കുമെന്ന്. എന്തൊരു ചോദ്യമാണത്? നിങ്ങൾ മറ്റുള്ള ചാനലിനെ പോലെ ഈ ചാനലിനെ കാണുന്നോ? ഒരു ആവേശത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് തുടങ്ങി വച്ചിട്ട് പോകുന്ന ഒരു ചാനലാണോ? ഏതെങ്കിലും ഒരു ക്ലാസ് തുടങ്ങി വെച്ചിട്ട് തീർക്കാതെ പോയത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? 5 കൊല്ലമായി ആസ്ഥ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഇതുവരെ ഏതെങ്കിലും ഒരു സാധനം പഠിപ്പിച്ചു തുടങ്ങിയിട്ട് പൂർത്തിയാക്കാതെ പോയോ? ഉത്തരവാദിത്വക്കുറവ് കാണിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പൊ അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ ക്ലാസ് കൃത്യമായിട്ട് പൂർത്തിയാക്കും. ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുന്നത്. എത്ര സമയം വേണം, എത്ര സമയം കൊണ്ട് ഇത് തീരും എന്നുള്ളതിനെ കുറിച്ചെല്ലാം നല്ല ധാരണ എനിക്കുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ടിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആസ്ഥ അക്കാഡമി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്തുകൊണ്ട് ഒരു പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതുണ്ടായിരിക്കും. നിങ്ങൾ അത് വായിച്ചിട്ട് ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ട് അത് വായിക്കുകയാണെങ്കിൽ പഠിക്കാൻ എന്ത് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അറിയാം അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒരു പുസ്തകം 75 രൂപ മാത്രമാണ് വില. 88 പേജാണ്. അതായത് ഈ പറഞ്ഞ വാരി വലിച്ചെഴുതിയിട്ടില്ല. അത്യാവശ്യം വേണ്ട പോയിന്റുകളല്ല. ഞാനിപ്പോൾ ക്ലാസ്സിനകത്ത് പറഞ്ഞ പോയിന്റുകളെല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒരു പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ 75 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ വാങ്ങാം. 75 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ്. നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ്. കുറിയറിലാണ് അയക്കുന്നത്, പ്രൊഫഷണൽ കുറിയറാണ്. നിങ്ങൾ ആ പറഞ്ഞ കുറിയർ ഓഫീസിൽ പോയിട്ട് ഈ പറഞ്ഞ ഇത് വാങ്ങേണ്ടി വരും. വീട്ടിൽ വരുമെന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും, കുറിയർ ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും. 75 രൂപയ്ക്ക് നിങ്ങൾക്ക് നാട്ടിൽ എത്തിച്ചു തരും. അപ്പോൾ 88 പേജുള്ള A5 സൈസിലുള്ള ഒരു പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഈ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. എന്തായാലും ഈ പറഞ്ഞ പുസ്തകം നിങ്ങൾക്ക് വർത്തായിരിക്കും. പുസ്തകം വാങ്ങിച്ച ആൾക്കാരുണ്ട്, അവരടുത്ത് അഭിപ്രായം ചോദിക്കുക, അവരുടെ അഭിപ്രായം കേട്ടിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കണം. കുറച്ച് പുസ്തകങ്ങൾ കൂടിയേ ഉള്ളൂ, അത് പെട്ടെന്ന് തീർന്നു പോകും. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ ക്ലാസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഗുണപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക, ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ചാനലിനെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.